ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്കത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, തനിക്ക് ലഭിച്ച മഹത്വം തൻ്റേതായി മാറ്റിവയ്ക്കാതെ അത് തന്നോട് പ്രിയമുള്ളവരായിരിക്കുന്ന എല്ലാവരോടുമായി പങ്കുവയ്ക്കുന്ന ഈശോയെ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ ഇന്ന് ശ്രവിക്കുന്നു. യേശു പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൂടാതെ അവരുടെ വിശ്വാസം, അവരുടെ വചന നിമിത്തം ആരെല്ലാം വിശ്വസിച്ച് അങ്ങിലേക്ക് കടന്നു വരുന്നുവോ അവരെയും കാത്തുകൊള്ളണമെന്ന്. അപ്പോൾ തിന്മയുടെ യാതൊരു മാലിന്യങ്ങളും ആരെയും ആശ്ലേഷിക്കാതിരിക്കത്തക്കവണ്ണം നന്മയിലും അതേപോലെ ദൈവത്തിൻ്റെ ആത്മചൈതന്യത്തിലും ഒരുമിച്ച് ചേർക്കുവാൻ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ. അപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുക. ആ പിതാവിൻ്റെ മഹത്വം നമുക്ക് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നതാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അവിടെ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ പരിശുദ്ധ കന്യകമാതാവ് ഈശോയെ സമീപിച്ചുകൊണ്ട് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല. യേശു പ്രത്യുത്തരിക്കുന്നൊരു കാര്യമുണ്ട്, സ്ത്രീയെ, അതിന് നിനക്കും എനിക്കുമെന്ത്, എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിനുള്ള സമയം ആഗതമായിട്ടില്ലല്ലോ എന്ന്. എന്നാൽ പിതാവിൻ്റെ മഹത്വത്തിൻ്റെ സമയം ഇതുതന്നെയാണ് എന്ന് മനസ്സിലാക്കി അശരണരായിരുന്ന ആ വേദന അനുഭവിക്കുന്നവർക്ക് അവിടുന്ന് നറും വീഞ്ഞ് നൽകി അനുഗ്രഹിക്കുന്നു. ഇതേപോലെ നമ്മുടെയും നിരാശകളുടെ അസ്വസ്ഥതകളുടെ നിമിഷങ്ങളിൽ പോലും അവിടുന്ന് കൂടെയുള്ള അനുഭവത്തിലൂടെ ആ നിരാശരണത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് കടന്നു വരുന്ന അവിടുത്തെ കരങ്ങൾ പിടിച്ച് ആ ഹൃദയം തൊട്ടറിഞ്ഞ് നമുക്ക് ജീവിതം തുടരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളാശംസകളും നേരുന്നു. ആമേൻ.